മക്കളെ 10ാം ക്ലാസ്സിലുള്ള സോളിഡ്സ് അഥവാ ഘനരൂപങ്ങൾ എന്നുള്ള പാഠത്തിലെ വൃത്താംശം എന്നുള്ളൊരു ഭാഗമാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ സിമ്പിൾ സംഭവമാണ്. ഒരു വൃത്താംശം എന്ന് പറഞ്ഞാൽ വൃത്തത്തിന്റെ 2 ആരവും പിന്നെ ചാപം പോലുള്ള ആർക്ക് പോലുള്ള ഈ ഭാഗം കൂടി ചേർന്ന് ഇതിന് വൃത്താംശം എന്ന് പറയും. അപ്പോൾ വൃത്തത്തിന്റെ ഒരു കഷ്ണം അതാണ് ഉദ്ദേശിച്ചത്. സെന്ററിൽ കൂടെ നമ്മൾ കേക്കൊക്കെ മുറിക്കണം അതിലില്ല. അപ്പോൾ അത്ര വൃത്തത്തിന് അർദ്ധവൃത്താണ് എൻ്റെ കയ്യിലുള്ളത്. അർദ്ധവൃത്തത്തിന് ഈ സാധനം കണ്ടില്ലേ, ഇത് 2 ആരങ്ങൾ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ അർദ്ധവൃത്തത്തിന്റെ വൃത്തം എന്നത് വൃത്താംശമാണ്. ഇത് ഉപയോഗിച്ചിട്ട് നമ്മളൊരു ഇതുണ്ടാക്കുകയാണെങ്കിൽ ഒരു വൃത്തസ്തൂപി അല്ലെങ്കിൽ കോൺ ഉണ്ടാക്കുകയാണെങ്കിൽ ആ കോണിന്റെ റേഡിയസ് എന്താവും എന്നുള്ള രസകരമായ ക്വസ്റ്റ്യന്റെ ആൻസർ എങ്ങനെ ചെയ്യുന്നതിനെ കുറിച്ചാണ് അവിടെ പറയാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങൾ ഓർമ്മയിൽ നിൽക്കാൻ വേണ്ടിയാണ് ഞാനിത് പറയുന്നത് കേട്ടോ. അപ്പോൾ അതിനൊരു ഫോർമുല എല്ലാവരും കൊടുത്തത് R/L=X/360 ആണ്. ഇതൊക്കെ ഇതൊരു സർക്കിളിന്റെ വൃത്താകൃതിയിലെ സാധനത്തിൽ 4 പീസാക്കപ്പെട്ട ഒരു പീസാണിത്. അത് ഇതിന്റെ സെൻട്രൽ ആംഗിൾ അല്ലെങ്കിൽ കേന്ദ്രകോൺ 90 ഡിഗ്രിയാണ്. ഇതിന്റെ ആരം 20 ആണ് കേട്ടോ. ആരം 20 എടുത്ത് അർദ്ധവൃത്താണെങ്കിൽ 170 ഡിഗ്രിയാണ് സെൻട്രൽ ആംഗിൾ. മറ്റും നോക്കിയത് 120 ഡിഗ്രിയാണ്. എന്ന് പറഞ്ഞാൽ കൃത്യം 3 ഭാഗമാക്കി ഒരു സർക്കിളിനെ മുറിച്ച് കഴിഞ്ഞാൽ ഒരു കോൺ 120 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ ഈ 3 സാധനത്തിലാണ് സാധാരണ ചോദിക്കാറുള്ളത്. 4 കഷ്ണമാക്കി ഒരു വൃത്തത്തിന്റെ 4 കഷ്ണത്തിൽപ്പെട്ട ഒരു കഷ്ണം മടക്കിയിട്ട് ഒരു സൂപിക്കണം. ഞാനൊരു അർദ്ധവൃത്തം കണ്ടില്ല, ഞങ്ങൾ ഒരു അർദ്ധവൃത്തമാണ്. ഈ അർദ്ധവൃത്തത്തിന് ഞാൻ എന്താ ചെയ്യാം, ഇതിന്റെ റേഡിയസ് 18 സെന്റിമീറ്റർ ആണ്. ശരിക്കുള്ള റേഡിയസ് തന്നെയാണ്. ഇതിന് ഞാൻ ഇങ്ങനെ റേഡിയസുകൾ ആരങ്ങൾ തമ്മിൽ ഇങ്ങനെ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന രൂപമാണ് ശരിക്ക് കോൺ എന്ന് പറയുന്ന സംഗതി. കോൺ വൃത്തസ്തൂപിക എന്ന് പറയും. കണ്ടില്ലേ? ഇന്നത്തെ ചോദ്യം തന്നെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഏറ്റവും രസകരമായ ക്വസ്റ്റ്യൻ ആണ്. ഈ വലിയ വൃത്തത്തകിടിന്റെ ഈ മെറ്റലിന്റെ സാധനത്തിന്റെ റേഡിയസ് 18 എന്നൊക്കെ തന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ 36 ഒക്കെ തന്നിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാവുന്ന ഈ ഒരു വൃത്തസ്തൂപികന്റെ സ്ലാൻഡ് ഹൈറ്റ് അല്ലെങ്കിൽ ചെരിവുയർ എത്ര എന്നുള്ള ചോദ്യത്തിന് കറക്റ്റ് ആൻസർ ഈ റേഡിയസ് തന്നെയാണ് ഇവിടെ ചെരിവുയരായിട്ട് വരുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ആ ക്വസ്റ്റ്യനുള്ള സംഗതി ഡയറക്റ്റ് ആണ് എഴുതി വെച്ചാൽ മതി. ഇപ്പൊ 20 ആണെങ്കിൽ 20 സെന്റിമീറ്റർ എഴുതി വെച്ചാൽ ഈ ലെങ്ത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. ക്വസ്റ്റ്യൻ എന്താ ഉണ്ടാവുക, ഇതിന്റെ റേഡിയസ് എന്താണ് ക്വസ്റ്റ്യൻ ഉണ്ടാവുക. രസകരമായ ക്വസ്റ്റ്യൻ. ആ റേഡിയസ് കണ്ടുപിടിച്ചതിന് ശേഷം ഇതിന്റെ കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രമുഖ പരപ്പളവ് എന്താണെന്നുള്ള രസകരമായ ചോദ്യമുണ്ട്. അങ്ങനെ 2-3 ടൈപ്പ് സംഭവങ്ങൾ ആകെ ഇതിൽ ചെയ്യാനുള്ളൂ. മക്കളെ നിങ്ങൾ ചെയ്യേണ്ടത് R/L=X/360. അത് വെച്ചിട്ട് നമ്മൾ നോക്കിയിട്ട് ഞാനൊരു എക്സാമ്പിൾ, ഇതിന്റെ എക്സാമ്പിൾ R/20 90/360. 90/360 പറഞ്ഞാൽ 1/4 ആണ്. 4 × 90 ആണ് 360. അടുത്ത R/20 180/360 സെമി സർക്കിൾ അർദ്ധവൃത്താകുമ്പോൾ അപ്പം 1/2 ആണ്. കറക്റ്റ് ഇതിന്റെ ഇരട്ടിയാണ്. ഇവിടെ 3 1/3 ആണ്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ R=20/4 എന്നുണ്ടാവും. R=20/2 റേഡിയസ് കിട്ടി. അതിനുശേഷമാണ് കർവ്ഡ് സർഫസ് ഏരിയ അല്ലെങ്കിൽ വക്രമുഖ പരപ്പളവ് πRL. അത് മാത്രം കാണാൻ ചിലപ്പോൾ ചോദ്യം ഉണ്ട്. ഈ ഭാഗം മാത്രം, വളഞ്ഞിരിക്കുന്ന ഭാഗം മാത്രം. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല πRL-ഉം ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണേണ്ട ആവശ്യമെങ്കിൽ πR+πR² ആണ്. ഈ 2 സംഭവങ്ങൾ അടങ്ങിയ രസകരമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ശരിക്കും ഇത് നോക്കിക്കോ. R/L=X/360 ഇത് മാറരുത്. അപ്പൊ വൃത്താംശം അല്ലെങ്കിൽ സെക്ടർ എന്ന് കണ്ടാൽ മൈൻഡിൽ പെട്ടെന്ന് ചാടി വരുന്ന സംഗതി R/L=X/360. ഓക്കെ.